അങ്ങനെ സിനിമാ പ്രേമികൾ കാത്തിരുന്ന ഭ്രമയുഗം എത്തി. മമ്മൂട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന വേഷപകർച്ചയുമായാണ് ഭ്രമയുഗത്തിൻ്റെ വരവ്. പക്ഷേ ചിത്രത്തിലൊരിടത്തും മമ്മൂട്ടി എന്ന നടനെ കാണാൻ കഴിയില്ല. കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം മാത്രം, അയാളുടെ ചിരി മാത്രം. ആരാണ് കൊടുമൺ പോറ്റി, എന്താണ് അയാളുടെ ഉദ്ദേശം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊപ്പം മലയാളത്തിൽ ഇതുവരെ കണ്ട ഹൊറർ സിനിമകൾക്ക് ഒരുപടി മുകളിൽ നിൽക്കുന്ന അനുഭവമാണ് തിയേറ്ററിൽ കാത്തിരിക്കുന്നത്. ഭൂതകാലത്തിലൂടെ മലയാളികളെ പേടിപ്പിച്ച സംവിധായകൻ രാഹുൽ സദാശിവൻ വീണ്ടും ഒരു കഥ പറയാൻ തിരഞ്ഞെടുത്തത് ഒരൽപ്പം വിശാലമായ പശ്ചാത്തലമാണ്. മലയാളികൾ ഇതുവരെ കണ്ട ഹൊറർ സിനിമകളിൽ നിന്നെല്ലാം വഴിതെറ്റിക്കുന്ന ഒരു സഞ്ചാരമാണ് ഭ്രമയുഗം. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വ്യത്യസ്തമായ ഹൊറർ സിനിമകളുടെ കൂട്ടത്തിൽ ഭ്രമയുഗം തലയുയർത്തി നിൽക്കും. അധികാരത്തിന്റെ ഹുങ്കോടെ നടക്കുന്ന കൊടുമൺ പോറ്റി, തനിക്ക് അഭയം നൽകിയയാൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരു പാണൻ, അകത്തളത്തിൽ എപ്പോഴും പണിയെടുക്കുന്ന ഒരു വേലക്കാരൻ, ഭയത്തിന്റെ ചുരുളിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റാതെ കുടുങ്ങിക്കറങ്ങിപ്പോകുന്ന മനുഷ്യർ. കഥാപാത്രങ്ങളുടെയും കാണികളുടെയും മനസ്സുകൊണ്ട് പകിട് കളിക്കുകയാണ് ഭ്രമയുഗത്തിലൂടെ സംവിധായകൻ. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം ദക്ഷിണ മലബാറിൽ എവിടെയോ നടക്കുന്ന ഒരു കഥയാണിതെന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട്. തമ്പുരാന്റെ വീരകഥ പാടുന്ന പാണൻ യുദ്ധത്തിനിടെ രക്ഷപ്പെട്ട് നാടുവിടുന്നു. ഒരു കൊടുങ്കാടിനുള്ളിൽ രാത്രി ഭയപ്പെട്ട് അവൻ ഓടിയെത്തുന്നത് പഴയൊരു മനയിലാണ്. അവിടെയാണ് കഥ നടക്കുന്നത്. മമ്മൂട്ടി എന്ന നടന്റെ പകർന്നാട്ടമാണ് സിനിമയുടെ നട്ടെല്ല്. ഇക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ മമ്മൂട്ടിയും പുതുതലമുറയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായ അർജുൻ അശോകനും തമ്മിലുള്ള മാറ്റുരയ്ക്കൽ കൂടിയാണ് ചിത്രം. ഇതുവരെ കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കഥാപാത്രമാണ് സിദ്ധാർത്ഥ് ഭരതൻ്റേത്. സിദ്ധാർത്ഥിലെ മികച്ച നടനെ പുറത്തെടുക്കാൻ ഭ്രമയുഗത്തിന് കഴിയുന്നുണ്ട്. മലയാളം ഹൊറർ സിനിമകളുടെ പതിവ് രീതികളൊന്നുമല്ല ഭ്രമയുഗത്തിന്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചകൾ കാണികളുടെ മനസ്സിൽ ഭയത്തിന്റെ വിത്തുകൾ പാകുന്നുണ്ട്. കഥ പറഞ്ഞ് കാണികളെ സമ്മർദ്ദത്തിലേക്ക് വലിച്ചിടുകയാണ്. ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് കാണികളുടെ മനസ്സ് കഥാകൃത്ത് ഭയപ്പെടുത്താൻ പാകത്തിൽ ഉഴുതുമറിച്ചിടുന്നു. പിന്നീട് അങ്ങോട്ട് കാണികൾ ഒന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല. ഇരുട്ടിലും വെളിച്ചത്തിലും തോരാതെ പെയ്യുന്ന മഴയിലുമൊക്കെയായി കാണികളും കഥാപാത്രങ്ങൾക്കൊപ്പം പോവുകയാണ്. കഥാപാത്രങ്ങൾ അധികമൊന്നുമില്ല ചിത്രത്തിൽ. ടി.ഡി. രാമകൃഷ്ണൻ എഴുതിയ സംഭാഷണങ്ങളും അധികമൊന്നുമില്ല. പക്ഷേ അവയോരോന്നും കാണികളെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. കാലത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, വിധിയെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ഓരോ നടത്തത്തിലും പതിയിരിക്കുന്ന മരണമെന്ന സത്യത്തെക്കുറിച്ച്. പാണൻ പാടുന്ന ഗാനങ്ങളുടെ വരികളും സിനിമയുടെ ഗതിക്കൊപ്പം സഞ്ചരിക്കുന്നു. സാങ്കേതികത കൊണ്ട് ഞെട്ടിക്കുന്നുണ്ട് ഭ്രമയുഗം. കഥ പറയാൻ കറുപ്പും വെളുപ്പും തിരഞ്ഞെടുത്തത് തന്നെ മികച്ച തീരുമാനമാണെന്ന് അടിവരയിട്ടു പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് എ. വിൻസെന്റ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംവിധാനം ചെയ്ത പഴയ ഭാർഗവി നിലയം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ പോലും ഇപ്പോഴും കാണുന്നവരുടെ മനസ്സിൽ ഭയമുണ്ടാക്കുന്നത് എന്ന് ഭ്രമയുഗം കാണുമ്പോൾ തിരിച്ചറിയാം. ക്യാമറമാൻ ഷെഹ്നാസ് ജലാൽ 100-ൽ 100 മാർക്കിന് അർഹനാണ്. സംഗീതം ഒരുക്കിയ ക്രിസ്റ്റോ സേവിയറും കഥയോട് 100% ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട്.